Dear students, welcome to Learner's World. In this video, I'm going to talk about women's mental health by the News Minute creation, FIUGP semester for VSc Commerce and Management, Calicut University. The lesson, Women's Mental Health, discusses how women's mental health is deeply influenced by patriarchy, gender roles, and social expectations in society. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് വുമൻസ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് സ്ത്രീകളുടെ മാനസികാരോഗ്യം അതിനെക്കുറിച്ചിട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സ്ത്രീകളുടെ മാനസികാരോഗ്യം സ്വാധീനിച്ചിരിക്കുന്നത് പുരുഷാധിപത്യം, ജെൻഡർ റോൾസ്, അതായത് ഫീമെയിൽ മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റോൾ, അതുപോലെ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ്. ഒരു സ്ത്രീ ആയാൽ സമൂഹത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഒരു സ്ത്രീയിൽ ചാർത്തി കൊടുത്തിരിക്കുന്ന ഒരുപാട് പ്രജുഡൈസസ്, മുൻവിധികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സ്ത്രീയുടെ മെൻ്റൽ ഹെൽത്ത്, അവളുടെ മാനസിക ആരോഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. It is based on a video created by the News Minute, which explains how social structures increase the risk of mental health problems among women. അപ്പോൾ ഇത് ദ ന്യൂസ് മിനിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ സ്ത്രീകളുടെ ഇടയിലുള്ള ഈ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് അതിനെക്കുറിച്ചിട്ടാണ് അതിൻ്റെ റിസ്കിനെ കുറിച്ചിട്ടാണ് അതിൽ വിശദീകരിക്കുന്നത്. The lesson shows that women's mental health issues are not only personal or biological problems, but also social and cultural problems. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഒരു സ്ത്രീയുടെ മെൻ്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, മെൻ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ വ്യക്തിപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോബ്ലംസോ അല്ല, മറിച്ച് കൂടുതലും സ്ത്രീകൾ മെൻ്റലി വരുന്ന ഇഷ്യൂസൊക്കെ അവർക്ക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രോബ്ലംസാണ്. അതായത് സമൂഹത്തിൽ നിന്ന് അവർ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസ് ആണെന്നാണ് പറയുന്നത്. അതിലുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പാട്രിയാർക്കി, അതുപോലെ ജെൻഡർ റോൾസ്, അതുപോലെ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ഇൻ സൊസൈറ്റി, ഇതൊക്കെ ഒരു സ്ത്രീയുടെ മെൻ്റൽ ഇഷ്യൂസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Many studies shows that women are disproportionately affected by mental health disorders such as depression, anxiety and stress related illness. അപ്പോൾ പല പഠനങ്ങളും കാണിക്കുന്നത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് അവരുടെ പല കാരണങ്ങൾ കൊണ്ടും ആയിരിക്കാം. This is closely connected to their work, marital status, ഫാമിലി റെസ്പോൺസിബിലിറ്റി ആൻഡ് സോഷ്യൽ റോൾസ്. അതായത് ഇത് കൂടുതൽ അവരുടെ ജോലി പരമായിട്ടുള്ള കാര്യങ്ങൾ, മാരിറ്റൽ സ്റ്റാറ്റസ്, അതായത് അവരുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, കുടുംബ ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ സമൂഹത്തിൽ അവരുടെ സ്ഥാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൽ നിന്നൊക്കെയാണ് അവർ കൂടുതൽ ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കൊക്കെ പോകുന്നത്. From a young age, girls are taught to behave in certain ways. They are expected to be polite, calm, obedient and caring. അതായത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നീ ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് നീ വളരെ അനുസരണയുള്ളവളും കാമായിട്ടിരിക്കണം, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉപദേശങ്ങളാണ് അവർക്ക് നൽകുന്നത്. അവിടെ നിന്ന് തുടങ്ങും അവരുടെ സ്ട്രെസ്സ് എന്നാണ് പറയുന്നത്. സൊസൈറ്റി ഓഫൻ ഡിസ്കറേജസ് ദം ഫ്രം എക്സ്പ്രസിങ് ആങ്കർ, ഫ്രസ്ട്രേഷൻ ഓർ സാഡ്നെസ് ഓപ്പൺലി. അതുപോലെ തന്നെ നീ ഒരു പെൺകുട്ടിയല്ലേ, അപ്പോൾ നീ ഇങ്ങനെ ദേഷ്യം കാണിക്കാൻ പാടില്ല, നീ ഇങ്ങനെ ദേഷ്യപ്പെടാനോ നിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനോ ഒന്നും പാടില്ല, അതുപോലെ നീ ഇങ്ങനെ ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല, ഓപ്പണായിട്ട് പ്രകടിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയാണ് സമൂഹം അവരോട് പറയുന്നത്. Because of this, many women suppress their emotions, which increases emotional distress over time. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവരുടെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, അവരുടെ ആങ്കറോ അവരുടെ സാഡ്നെസ്സോ ഒന്നും അവർ ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അങ്ങനെ ഇതെല്ലാം അടക്കി പിടിച്ച് അവർ കാലക്രമേണ മാനസിക സമ്മർദ്ദത്തിലേക്കൊക്കെ പോവുകയാണ് ചെയ്യുന്നത്.
In traditional Indian family systems, especially joint families, women face high expectations. അതായത് ട്രഡീഷണൽ ഇന്ത്യൻ ഫാമിലി സിസ്റ്റത്തിൽ, പരമ്പരാഗത ഇന്ത്യൻ കുടുംബ വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അതായത് ഒരു ജോയിൻറ്റ് ഫാമിലിയിലൊക്കെ സ്ത്രീകൾക്ക് വലിയ പ്രതീക്ഷകളാണ് ഉണ്ടായിരിക്കുന്നത്. After marriage, a woman is expected to adjust to a new family, manage household responsibilities, take care of children, and sometimes also handle a job outside the home. അതായത് ഒരു കല്യാണത്തിന് ശേഷം ഒരു സ്ത്രീ ആ ഒരു ചെന്ന് കയറിയിട്ടുള്ള വീട്ടിൽ അഡ്ജസ്റ്റഡ് ആയിരിക്കണം. കുട്ടികളെ നോക്കണം, വീട്ടിലെ ജോലികൾ ചെയ്യണം, മുതിർന്നവരെ ഓൾഡായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യണം, അതുപോലെ പുറത്ത് ജോലി ഉണ്ടെങ്കിൽ അതും മാനേജ് ചെയ്യണം. ബാലൻസിങ് ഓൾ ദീസ് റോൾസ് ക്യാൻ ബി എക്സ്ട്രീംലി സ്ട്രെസ്ഫുൾ. അപ്പോൾ ഈ ജോലികളൊക്കെ ഒരേ സമയം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്ട്രെസ്സായിട്ടുള്ള കാര്യമാണ്. സൊസൈറ്റി ഓൾസോ ഡിമാൻഡ്സ് ഇമോഷണൽ ലേബർ ഫ്രം വിമൻ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സമൂഹം ഒരു ഇമോഷണൽ ലേബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധിക ഭാരം കൂടി നൽകുന്നുണ്ട്. ഇമോഷണൽ ലേബർ മീൻസ് മാനേജിങ് നോട്ട് ഓൺലി വൺസ് ഓൺ ഇമോഷൻസ് ബട്ട് ഓൾസോ ടേക്കിംഗ് കെയർ ഓഫ് അതേഴ്സ് ഫീലിങ്സ്. Women are expected to keep the family happy, maintain peace, and remain patient even in difficult situations. This constant pressure can lead to anxiety and depression. ഇമോഷണൽ ലേബർ എന്ന് പറയുന്നത് സ്വന്തം ഇമോഷൻസ് മാത്രമല്ല, മറ്റുള്ളവരുടെ ഇമോഷൻസ് കൂടി മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു സ്ത്രീ നിൽക്കണം എന്നുള്ള ഒരു ലേബലാണ് ഈ ഒരു സമൂഹത്തിനുള്ളത്. അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസിനനുസരിച്ച് ഒരു സ്ത്രീ പ്രവർത്തിക്കണം, അതുപോലെ കുടുംബത്തിൽ സമാധാനം നിലനിർത്താനും എല്ലാവരെയും സന്തോഷിപ്പിക്കാനും ഒക്കെ ശ്രമിക്കണം. ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഈ ഇമോഷണൽ ലേബർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ത്രീയെ ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. The lesson also explains the concept of learned helplessness. When women repeatedly face discrimination, violence, or restrictions, they may begin to believe that they have no control over their lives. ഈ ഒരു ചാപ്റ്ററിൽ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന ആശയവും വിശദീകരിക്കുന്നുണ്ട്. അതായത് സ്ത്രീകൾ നിരന്തരമായിട്ട് വിവേചനം നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ അവർക്കെതിരെ അതിക്രമം ഉണ്ടാകുന്നുണ്ട്, നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ വളരെ നിസ്സഹായരായിട്ട് മാറുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് അവരുടെ ജീവിതം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഹെൽപ്ലെസ്നെസ്സിലേക്ക് നയിക്കുന്നുണ്ട്. ഈവൻ ഇഫ് help is available, they may feel powerless to change their situation. This reduces their confidence and ability to make decision. അവർക്കൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത് അവർ ചോദിക്കാൻ മടിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ അവരുടെ ആത്മവിശ്വാസം കുറക്കാനും അവർക്ക് ഫ്രീഡം ഇല്ലാതാക്കാനും ഒക്കെ കാരണമാകുന്നുണ്ട്. Domestic violence and abuse are major causes of mental health problems among women. സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ഒരു മാനസിക പ്രശ്നങ്ങൾക്ക് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് അബ്യൂസ്. ഗാർഹിക പീഡനവും അതുപോലെ മാനസിക പീഡനമൊക്കെ വലിയൊരു ഘടകമാണ്. Unfortunately, society often blames women for relationship problems. Many women are conditioned to believe that they must protect family honor at any cost. As a result, they may tolerate abuse silently. These patriarchal beliefs deeply affect their self-esteem and emotional well-being. അതായത് ഈ ഗാർഹിക പീഡനം, മാനസിക പീഡനമൊക്കെ സ്ത്രീകളുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ പ്രധാന കാരണങ്ങളാണ്. പലപ്പോഴും ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സമൂഹം സ്ത്രീകളെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. റിലേഷൻഷിപ്പ് പ്രോബ്ലംസൊക്കെ സ്ത്രീകളെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതുപോലെ കുടുംബത്തിന് എന്തെങ്കിലും മാനഹാനി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എല്ലാം സഹിക്കണം. അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും എന്നുള്ള ആ ഒരു മാനഹാനി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് നടത്തുന്ന അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇൻലോസ് ബാക്കിയുള്ള ആളുകളൊക്കെ നടത്തുന്ന എല്ലാ പീഡനങ്ങളും സഹിച്ച് നിൽക്കണം എന്നാണ് സമൂഹം പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അവർക്കൊരു മെൻ്റൽ ടോർച്ചർ, ഒരു മാനസിക രോഗത്തിന് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ ഒരു പുരുഷാധിപത്യ ആയിട്ടുള്ള ഈ വിശ്വാസങ്ങളൊക്കെ അവരുടെ സെൽഫ് എസ്റ്റീമും ഇമോഷണൽ വെൽബീയിങ്ങും അതിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അതായത് അവരുടെ ആത്മാഭിമാനത്തെയും മാനസിക ആരോഗ്യത്തെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. Another important issue discussed in the lesson is postpartum depression. After childbirth, society expect women to feel happy and fulfilled. However, many women experience sadness, exhaustion, anger, or emotional instability during this period. Because there is little awareness and support, women may feel guilty or ashamed about their feelings. Lack of proper healthcare and understanding make the situation worse. പ്രസവാനന്തര മാനസിക ആയിട്ടുള്ള പ്രോബ്ലമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ നേരിടുന്ന ഒരു മാനസികാവസ്ഥയാണത്. അപ്പോൾ നമ്മൾ വാർത്തകളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ നിന്ന് വരുന്നതാണ്. അവർക്ക് പ്രസവാനന്തരം അവർ നേരിടേണ്ടതായത് വന്നിട്ടുള്ള മാനസികപരമായിട്ടുള്ള പ്രോബ്ലംസ് കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതായത് അവരിൽ ഉണ്ടാകുന്ന സാഡ്നെസ്, ആങ്കർ, ഇതൊക്കെ ഈ ഒരു ടൈമിൽ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫാമിലിക്കകത്ത് തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലാതിരിക്കുക, ഇതിനെക്കുറിച്ചിട്ട് അറിവില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഇത് കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അല്ല, ഒരു നല്ല രീതിയിലുള്ള ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇങ്ങനെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരെ നല്ല രീതിയിൽ അവരെ കെയർ ചെയ്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരതിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള കെയറിങ്ങും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നൽകി ആ ഒരു സ്ത്രീയെ നമുക്ക് ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. The lesson highlights feminist therapy as a progressive approach to mental health care. അതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചാപ്റ്റർ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫെമിനിസ്റ്റ് തെറാപ്പി എന്ന് പറയുന്നത്. ഈ ഫെമിനിസ്റ്റ് തെറാപ്പി ഒരു ചികിത്സാ രീതിയാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. അതായത് മെൻ്റൽ ഹെൽത്തിനെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതി. Feminist therapy recognizes that women's mental health is influenced by social and cultural factors such as patriarchy, discrimination, and inequality. അപ്പോൾ ഫെമിനിസ്റ്റ് തെറാപ്പി സ്ത്രീകളുടെ മാനസിക പ്രശ്നങ്ങൾ, സമൂഹത്തിലുണ്ടാകുന്ന അസമത്വം, അതുപോലെ വിവേചനം, അതുപോലെ പാട്രിയാർക്കി, ഇത് മൂലമുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഈ ഒരു ഫെമിനിസ്റ്റ് തെറാപ്പി അംഗീകരിക്കുന്നുണ്ട്. Instead of blaming women for their distress, it helps them understand how external factors contribute to their suffering. It also educates women about their rights, consent, and laws related to domestic violence and sexual harassment. This approach encourages empowerment and awareness. അപ്പോൾ ഈ ഒരു ഫെമിനിസ്റ്റ് തെറാപ്പിയിൽ പറയുന്നുണ്ട്, നമ്മൾ സ്ത്രീകളെ അവരുടെ ഈ ഒരു അവസ്ഥയിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത് അവർ ഈ ഒരു അവസ്ഥയിൽ. അതുപോലെ സ്ത്രീകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു ഫെമിനിസ്റ്റ് തെറാപ്പി. അവരുടെ അവകാശങ്ങൾ, അവരുടെ ലോസ്, ഡൊമസ്റ്റിക് വയലൻസിനും സെക്ഷൽ ഹരാസ്മെൻറ്റിനൊക്കെ എതിരെയുള്ള ലോസ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ അവർ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു അപ്രോച്ച് സ്ത്രീ ശാക്തീകരണത്തിനും അവർക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചിട്ട് അവയർനെസ് നൽകാനൊക്കെ എൻകറേജ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സെവറൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് വേഴ്സൺ വുമൻസ് മെൻ്റൽ ഹെൽത്ത്. അതുപോലെ തന്നെ സ്ത്രീകളെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന സാമൂഹിക ഘടകങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അത് സ്ത്രീകളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. These include gender-based discrimination, rigid gender roles, family pressure, sexist work environments, institutionalized marriage systems, childbirth pressures, caste discrimination, discrimination based on sexual orientation, abuse and ageism. അപ്പോൾ ഇതിൽ വരുന്ന കാര്യങ്ങൾ
സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന കുറച്ച് സാമൂഹിക ഘടകങ്ങളാണ് ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ, ലിംഗ പരമായിട്ടുള്ള വിവേചനം, അതുപോലെ കുടുംബ സമ്മർദ്ദം, തൊഴിലിടങ്ങളിലെ ലൈംഗിക വിവേചനം, അതുപോലെ വിവാഹത്തിൻ്റെ തുടങ്ങിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് സ്ത്രീകളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന. In conclusion, the lesson emphasizes that women's mental health cannot be understood without examining the role of society and patriarchy. Social expectations, emotional labor, discrimination, and violence greatly affect women's psychological well being. Therefore, improving women's mental health requires social change, awareness, support systems, and progressive approaches like feminist therapy. Only when society recognizes these issues can women achieve better mental health and lead empowered lives. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് സ്ത്രീകളുടെ മാനസികാരോഗ്യം വ്യക്തിപരമായിട്ടുള്ള ഒരു പേഴ്സണലായിട്ടുള്ളതോ ബയോളജിക്കലായിട്ടുള്ളതോ ഒരു പ്രശ്നമല്ല. അതിന് പകരമായിട്ട് സാമൂഹികപരമായിട്ടുള്ള ഘടകങ്ങളാണ് കൂടുതൽ പാട്രിയാർക്കി, പുരുഷാധിപത്യം, ജെൻഡർ റോൾസ്, സമൂഹം സ്ത്രീകളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന റോൾസ്, ഇതൊക്കെയാണ് അവരെ കൂടുതൽ അവരുടെ മാനസിക പ്രശ്നങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ സ്ത്രീകളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ സമൂഹത്തിൽ മാറ്റം വരുത്തണം, അവയർനെസ് ഉണ്ടാക്കിയെടുക്കണം, സ്ത്രീകൾക്ക് സപ്പോർട്ട് നൽകണം, നിയമപരമായിട്ടുള്ള സംരക്ഷണം അവർക്ക് ആവശ്യമാണ്. ഫെമിനിസ്റ്റ് തെറാപ്പി പോലുള്ള മുന്നേറ്റപരമായിട്ടുള്ള സമീപനങ്ങൾ സ്ത്രീകളെ ശക്തരാക്കാനും ആരോഗ്യപരമായിട്ടുള്ള ജീവിതം നയിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ.